Hello, I'm P.A. Nasser. This video is to instill some confidence in you. Of course, I know that you are the people who are going to apply for HSST English Kerala Public Service Commission examination. HSST English Junior. Okay. I know that most of you are well-learned people, scholarly, academically, best achievers, and highly knowledgeable. I know it. I'm aware of that. So I should advise you that if you stick on, if you are persistent in learning this topic, this subject, with the same interest that you were having at the time of your PG studies or BEd studies, with that same interest, same enthusiasm, if you still start learning this subject for the PSC examination once again, you will be cracking this examination, you will be successful, you will be scoring highest rank marks, you will be achieving the post, you will be the winner, you will be the next HSST, you will be the prestigious, covetous post holder, the HSST junior post. No doubt. God bless you. If God wills, I will be here. If God wills, I will be here, and our team will be here to help you, to assist you, to guide you. Okay. First of all, I should remind you that this is the exact time. This is the exact time that we should begin our studies. We should begin our attempt. We should begin our preparations. This is the exact moment. This is the exact time. Because December 31, that is the date we expect for the arrival of our notification, for the appearance of our notification. HSST English Junior, along with other subjects. December 31. So today itself, this time, this moment, we should begin our studies. Well begun is half done, always. Remember that. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നത് വളരെ വിശദമായിട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ നിങ്ങളോട് പറഞ്ഞു തരും. നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്നതും എപ്പോഴൊക്കെ പഠിക്കണമെന്നതും ഏത് രീതിയിൽ പഠിക്കണമെന്നും ഇവർ പറഞ്ഞു തരും. ഇവർ മീൻസ് ഞങ്ങളെല്ലാവരും തന്നെ പറഞ്ഞു തരും. പക്ഷേ നിങ്ങളെ ഇൻഡ്യൂസ് ചെയ്യാൻ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റിൽ സം കോൺഫിഡൻസ് ഇൻ യു, അതിനുവേണ്ടി എത്രമാത്രം ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഞെട്ടിപ്പോകാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ആൻസറുകളൊന്ന് അനലൈസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു സ്ഫിയർ, ആ ഒരു വ്യാപ്തി, ആ ഏരിയ സ്വല്പം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ എല്ലാ ആൻസറും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, സക്സസ്ഫുള്ളി ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാകും. അതിന് വേണ്ടത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് അങ്ങോട്ട് നോക്കാം, അതിൻ്റെ ആൻസറുകൾ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. അതിലൂടെ നമുക്ക് പരമാവധി കോൺഫിഡൻസ് അക്വയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഇമേജ് ഓഫ് ദ വൈഡനിങ് ജയർ ഇൻ ദ പോയം സെക്കൻഡ് കമ്മിങ് ബൈ W.B. Yeats സിഗ്നിഫൈ എന്നാണ്. ടേണിങ് ദ വൈഡനിങ് ജയർ, ദ ഫാൽക്കൺ കനോട്ട് ഹേർഡ് ദ ഫാൽക്കണർ. നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്, ഇതിൽ ഓപ്ഷൻസ് നോക്കാം. സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്നുണ്ട്, ഫാളിങ് അപ്പാർട്ട് ഓഫ് ദ ഓൾഡ് സിസ്റ്റം എന്നുണ്ട്, ഈച്ച് സൈക്കിൾ ഓഫ് ഹിസ്റ്ററി എന്നുണ്ട്, വേൾഡ് വാർ ഫസ്റ്റ് എന്നുണ്ട്. അപ്പോൾ വൈഡനിങ് ജയർ എന്നുള്ള ആ ജൈറോസ്കോപ്പൽ ഇമേജാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജയർ എന്ന് പറയുന്നത് ഇതിൽ ഇൻ്റർലോക്കിംഗ് ആയിട്ടുള്ള സൈക്കിൾസാണ്. നമ്മളൊരു 2000 years ആയിട്ടുള്ള സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ സൈക്കിൾസ് ഇങ്ങനെ ഇൻ്റർലോക്ക്ഡ് ആയിട്ട് വരും. ഞാൻ കവിത എടുക്കാൻ പോകുന്നൊന്നുമില്ല, പേടിക്കണ്ട. അപ്പോൾ ഇതിൽ ഈ സൈക്കിൾസാണ് ജയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കവിത എടുക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ആൻസർ നമുക്ക് ഉടനെ കിട്ടും. എന്താണ്? ഈച്ച് സൈക്കിൾ ഓഫ് ഹിസ്റ്ററി എന്നാണ്. ഈച്ച് സൈക്കിൾ ഓഫ് ഹിസ്റ്ററി എന്ന C ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 2000 years ഓൾഡ് ക്രിസ്ത്യൻ ഏറ, 2000 ഓൾഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ഏറ എൻഡിങ് ആണ് എന്നും ഒരു ന്യൂ ആൻറ്റി ക്രിസ്ത്യൻ ഏറ ഈസ് ഗോയിങ് ടു ബി ബോൺ എന്നുമാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2000 year ഓൾഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു പീരീഡ് മാറി പുതിയൊരു ആൻറ്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ഏറയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ഈച്ച് സൈക്കിൾ ഓഫ് ഹിസ്റ്ററി എന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ജൈറോസ്കോപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആൻസർ നിങ്ങൾക്ക്, കവിത ശരിക്കും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൻസർ കിട്ടും. ഇനി നമുക്കിതിൽ സെക്കൻഡ് കമ്മിങ് എന്നുള്ളൊരു പോയമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുക. പോയത്തിൻ്റെ നെയിമല്ല, ഏത് ഫസ്റ്റ് ഓപ്ഷൻ എയിൽ. അപ്പോൾ ഏതാണ്? അപ്പോൾ ഇതിൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ജയറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നത് അത് ഒരു സൈക്കിൾ മാത്രമാണ്. 2000 years കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സൈക്കിളിൻ്റെ, അത് ശരിക്കും ക്രിസ്ത്യാനിറ്റി പ്രകാരം എന്താണ്, ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള, ഒരു കൈൻഡ് ആയിട്ടുള്ള, ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രൈസ്റ്റാണ് വരാൻ പോവുക. പക്ഷേ അതിന് പകരം ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള, ഒരു ജയൻ്റ് ആയിട്ടുള്ള, ഒരു സ്ഫിങ്സ് ലൈക്ക് ക്രീച്ചർ ഈ കൈൻഡ് സെക്കൻഡ് ക്രൈസ്റ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ലയൺഡ് ബോഡിയും ഒരു ഹ്യൂമൻ ഹെഡുമായിട്ട് ആ വേൾഡ് വാറുകളെയും ഇൻഡസ്ട്രിയലൈസേഷനെയും ഒക്കെ സൂചിപ്പിക്കുന്ന മാതിരി ക്രൂവൽറ്റിയും പിന്നെ വയലൻസും ഒക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭീകര ജീവിയാണ് ഈ ബെത്ലഹേമിൽ വന്ന് പിറക്കാൻ പോകുന്നത് എന്നത്, അതാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്നത് കവിതയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആൻസർ പറയാൻ ജയറല്ല ഉദ്ദേശിക്കുന്നത്, ജയറിൻ്റെ ഒരു സെക്കൻഡ് സൈക്ലിക്കൽ ഭാഗമാണ് സെക്കൻഡ് കമ്മിങ്. അതുകൊണ്ട് ആ ആൻസർ ഫാൾസ് ആണെന്ന് നമുക്കറിയാം. ബി എന്നുള്ള ഓപ്ഷൻ നോക്കാം. ബി എന്നുള്ള ഓപ്ഷനിൽ ഫാളിങ് അപ്പാർട്ട് ഓഫ് ദ ഓൾഡ് സിസ്റ്റം. അപ്പോൾ ഫാളിങ് അപ്പാർട്ട് ഓഫ് ദ ഓൾഡ് സിസ്റ്റം എന്നതും കവിതയിലെ ഒരു തീം തന്നെയാണ്. അപ്പോൾ ലോസ് ഓഫ് കണക്ഷൻ ടു ഗോഡ്, ഗോഡിനോടുള്ള കണക്ഷൻ ഈ സെഞ്ച്വറിയിൽ ഇല്ലാതായി പോകുന്നു. ഇനി ഗോഡിനോട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സെഞ്ച്വറിയാണ് വരാൻ പോകുന്നത്. ഇതും ഈ ജയറിൻ്റെ സൈക്ലിക്കലായിട്ടുള്ള ഇൻ്റർ കണക്ഷൻ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ അല്ല. അതുകൊണ്ട് അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ളത് വേൾഡ് വാർ ദ ഫസ്റ്റ് ആണ്. വേൾഡ് വാർ ദ ഫസ്റ്റ് നമുക്കറിയാം, ഈ കവിത എഴുതുന്നത് റിട്ടൺ 1990 ഈ കവിത യേറ്റ്സ് എഴുതുന്നത്. അപ്പോൾ 1990 എന്ന് പറയുമ്പോൾ വേൾഡ് വാർ ദ ഫസ്റ്റിൻ്റെ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ കാറ്റസ്ട്രോഫി വിത്ത് ദ പീസ്ഫുൾ സെക്കൻഡ് കമ്മിങ് ഓഫ്. അപ്പോൾ കാറ്റസ്ട്രോഫിക്കായിട്ടുള്ള ഒരു വേൾഡ് വാറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് കവിതയിൽ പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇത് ഒരു കോൺട്രാസ്റ്റിന് വേണ്ടി കൊടുക്കാം. വേൾഡ് വാർ ദ ഫസ്റ്റ് എന്നത് കാറ്റസ്ട്രോഫിയാണ്, വയലൻസ് ആണ്, ബ്ലഡ് ഷെഡാണ്, ടോട്ടൽ അനിഹിലേഷൻ ആണ്, മാസീവ് ഡെത്ത് ആണ് എന്നൊക്കെ പറയുമ്പോൾ
അതിനൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ക്രൈസ്റ്റാണ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റാണ്. അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് അതിൽ കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ വേൾഡ് വാർ ദ ഫസ്റ്റിനെ അവതരിപ്പിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതും ഈ കവിതയിൽ ഒരു തീമായിട്ടല്ലാതെ സൈക്ലിക്കലായിട്ടുള്ള ജയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. അപ്പോൾ നമുക്ക് കവിത നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈക്കിൾ ഓഫ് സൈക്കിൾസ് ആണ് ജയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നമില്ല. അതിന് നമ്മൾ കവിത അത് കറക്റ്റായിട്ട് നമ്മൾ ആസ്വദിച്ച് വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് പഠിപ്പിച്ച് തന്നിരിക്കാം. ഓക്കെ, വേറെ ഒരു പ്രശ്നമില്ല ആൻസർ ചെയ്യാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഫ്രെയിൽ വെസൽ ദോ എംപ്റ്റീസ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് ഫിൽസ് ഇറ്റ് എവർ വിത്ത് ഫ്രഷ് ലൈഫ് എന്നുള്ള ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇത് ഫസ്റ്റ് പോയം നമുക്ക് ദൗ ഹാസ് മെയ്ഡ് മീ എൻഡ്ലെസ്. അപ്പോൾ നമുക്ക് പോയം 1 to 20 ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്നത്. മനസ്സിലായി? പോയം ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ പോയം 1 to 20 ആണ് ഗീതാഞ്ജലിയിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയം തന്നെ, ഫസ്റ്റ് പോം എന്താണ്? ഫസ്റ്റ് പോം അതിൻ്റെ ദൗ ഹാസ് മെയ്ഡ് മീ എൻഡ്ലെസ്. ദൗ ഹാസ് മെയ്ഡ് മീ എൻഡ്ലെസ്. അപ്പോൾ ഈ ഫസ്റ്റ് പോയത്തിൻ്റെ ആ വരി നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ ആ വരി ഓർമ്മയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ വരികൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്യും. ചോദ്യം എന്താണ്? ദ ഫ്രെയിൽ വെസൽ ഇൻ ദിസ് ലൈൻ ഫ്രം വേഴ്സ് 1 ഓഫ് ഗീതാഞ്ജലി റെഫേഴ്സ് ടു. ഓപ്ഷൻ എന്താണ്? ഹ്യൂമൻ സോൾ എന്നുണ്ട്, നേച്ചുറൽ വേൾഡ് എന്നുണ്ട്, ഹ്യൂമൻ ബോഡി എന്നുണ്ട്, സ്പിരിച്വൽ വേൾഡ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടെണ്ണം പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ വേൾഡ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ദ സ്പിരിച്വൽ വേൾഡും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫ്രെയിൽ വെസൽ എന്നുള്ള ടേം ഉപയോഗിച്ചു. ഇനി ഈ ഫ്രെയിൽ വെസൽ എന്ന് ചോദിക്കും, സോളാണോ ബോഡിയാണോ എന്ന് മാത്രമേ നമ്മൾ സംശയമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെസൽ എന്ന് പറയുമ്പോൾ എന്തായാലും അതിനൊരു ഷേപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ അതൊരു ഫോം ഉണ്ടാവും. ഒരു ഫോമുള്ള, ഒരു ഷേപ്പുള്ള, ഒരു സോളിഡായ ഒരു വസ്തുവിനെ നമ്മൾ വെസൽ എന്ന് പറയാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ഫ്രെയിൽ നിന്നും കൊടുത്ത് ദുർബലമായ വെസൽ എന്ന് കൂടി കൊടുക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് ഒരിക്കലും ഫ്രെയിലല്ല. മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ സോൾ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആണ്, മനുഷ്യൻ്റെ ബോഡിയാണ് വീക്ക്. ഈ ഒരു പ്രാഥമികമായ ഒരു കാര്യം നമുക്കറിയാം. അല്ലെങ്കിൽ ആ പോം എടുക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് പറഞ്ഞു തരുന്ന ആളോ വായിക്കുന്ന ആളോ അത് മനസ്സിലാക്കും. കാരണം എല്ലാ സോളിനെ കുറിച്ച് പറയുന്ന സെക്ഷനുകളും നമ്മൾ എല്ലാ ലിറ്റററി വേൾഡിൽ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, പുരാണങ്ങളായിക്കോട്ടെ, മതമായിക്കോട്ടെ, എവിടെയും ആത്മാവ്, സോൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റാണ്. ബോഡി മാത്രമാണ് വീക്കസ്റ്റ്, അല്ലെങ്കിൽ വീക്ക്, ഫ്രെയിൽ. അപ്പോൾ വീക്ക് വെസൽ, ഫ്രെയിൽ വെസൽ എന്നത് വളരെ വ്യക്തം, എത്ര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോളിനെ കുറിച്ചുള്ള. ഹ്യൂമൻ സോൾ അല്ല, ഹ്യൂമൻ ബോഡിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ രണ്ടാമത്തെ ആൻസർ എത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവലിൻ്റെ ലോകത്തിലേക്ക് ഡോക്ടർ ഫോസ്റ്റസിൻ്റെ ആത്മാവിനെ കൊണ്ടുവന്നു. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി അപാരമാണ്, ബോഡി എന്നത് ഏറ്റവും ആ ഒരു പ്രാഥമികമായ ഒരു വിവരം നമുക്കെല്ലാവർക്കും ഉണ്ട്. കവിതകൾ വായിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹ്യൂമൻ സോള്, ഹ്യൂമൻ ബോഡി എന്നത് വളരെ ഈസി ആയിട്ട് ഹ്യൂമൻ ബോഡിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. യെസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹിയർ റെസ്റ്റ് ഹിസ് ഹെഡ് അപ്പോൺ ദ ലാപ്പ് ഓഫ് എർത്ത്, എ യൂത്ത് ടു ഫോർച്യൂൺ, ടു ഫെയിം അൺനോൺ. ഐഡൻറ്റിഫൈ ദ യൂത്ത് റെഫേർഡ് ടു ഇൻ ദീസ് ലൈൻസ് ഫ്രം ദ കൺക്ലൂഡിംഗ് എപ്പിറ്റാഫ് ഓഫ് ഗ്രേസ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. ഇപ്പോൾ ഗ്രേയുടെ എലിജിയിൽ ഒരു യൂത്തിനെ കുറിച്ച് പറയുന്നു. മനസ്സിലായി? അപ്പോൾ ഈ ലൈൻസ് കൺക്ലൂഡിങ് എപ്പിറ്റാഫ് ഓഫ് എലിജിയുടെ കൺക്ലൂഡിങ് ലൈൻസിലാണ് ഈ യൂത്തിനെ കുറിച്ച് പറയുന്നത്. ഈ യൂത്ത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. മനസ്സിലായി? ഈ യൂത്ത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഓപ്ഷൻസ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ആരാണ്? ഒന്ന് എഡ്വാർഡ് യങ് ആണ്. എഡ്വാർഡ് യങ് എന്ന് പറയുന്ന ആള് ഗ്രേവ്യാർഡ് പോയറ്റ്സ്. ഗ്രേവ്യാർഡ് പോയറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഗ്രേവ്യാർഡ് പോയറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ
നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എഡ്വേർഡ് യങ് എന്നുള്ള ഗ്രേവ് യാർഡ് പോയറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രേവ് യാർഡ് പോയറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, കവിതയിൽ എവിടെയും പറയുന്നില്ല എന്ന് കവിത വായിക്കുമ്പോൾ അല്ലെ കവിത പഠിച്ച കുട്ടികൾക്കറിയാം. എഡ്വേർഡ് യങ് എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആയ ഗ്രേവ് യാർഡ് പോയറ്റ് ഒന്നുമല്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ നൈറ്റ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു ഫിലോസോഫിക്കൽ പോയമുണ്ട്. നൈറ്റ് തോട്ട്സ്, അതാണ് അദ്ദേഹത്തെ ഫേമസ് ആക്കിയ ആ സിംഗിൾ പോയം എഡ്വേർഡ് യങ്ങിൻ്റെ. മനസ്സിലായി? ഫിലോസോഫിക്കൽ പോയിറ്റാണ്. 1685 നമ്മളെ സംബന്ധിച്ച പ്രശ്നമല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ദ ഡെഡ് യൂത്ത് ഓഫ് ദ വില്ലേജ്. ദ വില്ലേജ്, ഈ വില്ലേജ് കവിതയിൽ എലിജി, ഗ്രേഡ് എലിജിയിൽ സ്റ്റോക്ക് പോജിയസ് എന്ന് പറയുന്ന വില്ലേജാണ്. സ്റ്റോക്ക് പോജിയസ് എന്ന് പറയുന്ന വില്ലേജിലെ പാരിഷ്, ആ പാരിഷ്, അവിടെ ഒരു പാരിഷ്, ആ പാരിഷിൽ ഒരു ചേർച്ചുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആ സ്റ്റോക്ക് പോയിജസ് എന്ന് പറയുന്ന ആ വില്ലേജിൽ ചേർച്ചിൻ്റെ പേര് സെയിൻറ്റ് ഗൈൽസ് ചർച്ച്, സെയിൻറ്റ് ഗിലേസ്, GILES, സെയിൻറ്റ് ഗിലേസ് അല്ലെങ്കിൽ ഗൈൽസ് ചർച്ച്. ഈ ചർച്ചിൻ്റെ സെമിട്രിയുടെ ഭാഗമാണ് എല്ലാവരും അംഗീകരിക്കുന്നത് ഗ്രേ ഈ കവിതയിൽ പറയുന്ന സെമിട്രി എന്ന്. മനസ്സിലായി? ഇത് സൗത്ത് ഈസ്റ്റ് ബക്കിംഗ്ഹാംഷെയർ ആണ്. ബക്കിംഗ്ഹാംഷെയർ, സൗത്ത് ഈസ്റ്റ് ബക്കിംഗ്ഹാംഷെയർ. അപ്പോൾ ഈ ഭാഗത്താണ് ഈ ചേർച്ചും ചെറിയ സെമിട്രി ഉള്ളത്. ആ സെമിട്രിയിൽ ദ ഡെഡ് യൂത്ത് ഓഫ് ദ വില്ലേജ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡെഡ് യൂത്തിനെ അവിടെ ബെറി ചെയ്തതായിട്ട് കവിതയിൽ പറയുന്നില്ല. അവിടെ സ്റ്റോക്ക് പോയിജസ് എന്ന് പറയുന്ന വില്ലേജിൽ ഒരു പെർട്ടിക്കുലർ യൂത്തിനെ അവിടെ ബെറി ചെയ്തിട്ടുണ്ട് എന്ന് കവിതയിൽ എവിടെ, കവിത വായിക്കുന്ന കുട്ടികൾക്ക് അറിയാം. അതുകൊണ്ട് ആ ഓപ്ഷനും തെറ്റാണ്. പിന്നെ നമുക്ക് നോക്കാം ഡി ഓപ്ഷൻ. നോക്കൂ, ഓപ്ഷൻ ഡി, റോബർട്ട് ബ്ലെയർ. റോബർട്ട് ബ്ലെയർ എന്ന് ഗ്രേവ് യാർഡ് പോയിറ്റ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഗ്രേവ് യാർഡ് പോയിറ്റ്സിനെ കുറിച്ച് പഠിച്ച കുട്ടികൾക്ക് അറിയാം എന്താണ് ഗ്രേവ് യാർഡ് പോയിറ്റ്സ് ആരൊക്കെയാണ്. വില്യം കോളിൻസ് ഉണ്ട്, തോമസ് വാർട്ടൺ ഉണ്ട്, ഈ എഡ്വേർഡ് യങ് ഉണ്ട്, റോബർട്ട് ബ്ലെയർ ഉണ്ട്, നമ്മുടെ തോമസ് ഗ്രേ ഉണ്ട്. ഇവരൊക്കെയാണ് ഗ്രേവ് യാർഡ് പോയിറ്റ്സ്. അപ്പോൾ റോബർട്ട് ബ്ലെയർ എന്നത് സ്കോട്ടിഷ് ഗ്രേവ് യാർഡ് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവിത ദ ഗ്രേവ് എന്നുള്ള കവിത 1743 പബ്ലിഷ് ചെയ്ത കവിതയാണ് ദ ഗ്രേവ്. അപ്പോൾ ഈ മനുഷ്യനെ, ഈ ഗ്രേവ് യാർഡ് പോയറ്റ്സിനെ കുറിച്ചൊന്നും ഈ കവിതയിൽ എവിടെ ആരെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറയുന്നില്ല എന്ന് നമുക്കറിയാം. പേരെടുത്ത് പറയുന്നില്ല, അവരെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ യൂത്ത് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രേവ് യാർഡ് പോയറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ കവി തൻ്റെ തന്നെ ഹിസ് ഓൺ എപ്പിറ്റാഫാണ്. ആസ് വൺ ഹു സോട്ട് നോളജ് ത്രൂ ഹംബിൾ ലൈഫ് എന്നാണ് കവി പറയുന്നത്. കവി തന്നെക്കുറിച്ച് പറയുന്നത് വൺ ഹു സോട്ട് നോളജ് ത്രൂ ഹംബിൾ ലൈഫ് എന്നാണ്. അപ്പോൾ കവിയുടെ തന്നെ ഹിസ് ഓൺ എപ്പിറ്റാഫായിട്ടാണ് ഈ വരികളുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് കവിത നമ്മൾ ഡീപ്പായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എഡ്വേർഡ് യങ്ങും പെർട്ടിക്കുലറായ ഒരു യൂത്ത് ബെറീഡ് ആയതും റോബർട്ട് ബ്ലെയറും ഒന്നുമല്ല, ഇതിൽ കവി തന്നെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ആദ്യം വായിക്കുന്ന കവിത നന്നായിട്ട് ഉൾക്കൊള്ളാത്ത കുട്ടികൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ കണ്ടാൽ അയ്യോ ഇതെന്തോ ഒരു ചോദ്യം, വളരെ ടഫ് എന്ന് തോന്നുമെങ്കിലും ഈ കവിതകളൊക്കെ നന്നായി ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ആൻസർ ടഫാവില്ല. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഗ്ലോറി ബി ടു ഗോഡ് ഫോർ ഡാപ്പിൾഡ് തിങ്സ്, ഫോർ സ്കൈസ് ഓഫ് കപ്പിൾ കളർ ആസ് ബ്രൈൻഡഡ് കൗ. മനസ്സിലായി? ദീസ് ആർ ദ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദ പോയം. മനസ്സിലായി? ഏത് പോയം? ഇത് വളരെ വളരെ വ്യക്തമാണ്. ഈ ഡാപ്പിൾഡ് തിങ്സ് എന്ന് കേട്ടാൽ തന്നെ ഡാപ്പിൾഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഫെനോമിനൽ ഒബ്ജക്ട്സ് ഓഫ് ഡോട്ട്സ്, പാച്ചസ്, വെറൈറ്റി ഓഫ് കളേഴ്സ്, ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ പ്രകൃതിയിലെ. മനസ്സിലായ? ഇപ്പോൾ ലെപ്പേർഡ്, നിങ്ങൾ ലെപ്പേർഡ് എടുത്ത് നോക്കൂ, അതുപോലെ പാച്ചസ് ഉള്ള കൗസിനെ എടുത്ത് നോക്കും, റേ ഫിഷിനെ നോക്കൂ, ട്രൗട്ട്സുകളെ നോക്കും, അതുപോലെ സൺലൈറ്റ്, ട്രീസിൻ്റെ ബ്രാഞ്ചസിൻ്റെ ഇടയിലൂടെ വരുന്ന സൺറൈസ് നോക്കൂ. എല്ലാം തന്നെ ഫെനോമിനലായിട്ടുള്ള അതായത് പ്രതിഭാസങ്ങളാണ്. ഇങ്ങനെയുള്ള മൾട്ടി കളേർഡ് അല്ലെങ്കിൽ
ഡാപ്പിൾഡ് ആയിട്ടുള്ള പ്രതിഭാസങ്ങളാണ്. ഇത് കവിത പഠിച്ച കുട്ടികൾക്ക് നന്നായിട്ടറിയാം അല്ലേ? പൈഡ് ബ്യൂട്ടിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് ഏത് കുട്ടിക്കും അറിയാം. കാരണം പൈഡ് ബ്യൂട്ടിയിലാണ് ഈ ഡാപ്പിൾഡ് മൾട്ടി കളേർഡ് ബ്യൂട്ടിയെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിക്കും ഇംപെർഫെക്റ്റ് ബ്യൂട്ടിയാണ്. ശരിക്കും പെർഫെക്റ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കളറാണ് പെർഫെക്റ്റ് ബ്യൂട്ടി ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ കളർ എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് ബ്യൂട്ടിയാണ്. അപ്പോൾ ഗോഡിൻ്റെ പെർഫെക്ഷനെ കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കവിതയിൽ ഇംപെർഫെക്റ്റ് ബ്യൂട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായ പെർഫെക്റ്റ് ബ്യൂട്ടിയാണ് ഗോഡിനുള്ളത്. ഇത് കവിത എടുക്കുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ? നിങ്ങൾ സ്വയം പഠിച്ചിട്ടാണ്. അപ്പോൾ പൈഡ് ബ്യൂട്ടി എന്നത് സോണറ്റാണ്. നിങ്ങൾക്കറിയാം 1877 റൈറ്റ് ചെയ്യപ്പെട്ട സോണറ്റാണ് പൈഡ് ബ്യൂട്ടി. അപ്പോൾ അത് ഈ ഡാപ്പിൾഡ് തിങ്സ് എന്ന് കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ ഈ വരി ഗ്ലോറി ടു ഗോഡ് ഫോർ ഡാപ്പിൾഡ് തിങ്സ് എന്ന് കണ്ടാൽ തന്നെ, അതിൻ്റെ ശേഷം രണ്ടാമത്തെ വരിയിൽ ബ്രൈൻഡഡ് കൗ എന്നുള്ള ടേമും ഉണ്ട്. എന്താണ് ബ്രൈൻഡഡ്? ഇപ്പോൾ ഡാർക്ക് സ്ട്രൈപ്പുകളോ സ്ട്രൈപ്പ് നീളം വരകൾ അല്ലെങ്കിൽ സ്പോട്ടുകൾ, ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ബ്രൈൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൈൻഡഡ് എന്ന് പറയുന്നത് തന്നെ മൾട്ടി കളർ എന്നുള്ള ഇമേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ മൾട്ടി കളർ ഇമേജ് വരുന്ന പോയം ഏതാണെന്ന് വെച്ചാൽ പൈഡ് ബ്യൂട്ടിയാണ്. പൈഡ് ബ്യൂട്ടി വായിച്ച കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ചില കവിതകൾ നിങ്ങൾ വായിക്കണമെന്നില്ല. ഞങ്ങളെപ്പോലെ ആരെങ്കിലും നിങ്ങൾക്ക് കവിതകൾ ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് വായിക്കണം എന്ന് പോലും തോന്നില്ല. കാരണം ഓരോ വരികളും വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ പൈഡ് ബ്യൂട്ടിയാണെങ്കിൽ മനസ്സിലായോ? വിൻഡോവർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സോണറ്റാണ്. അത് ഒരു ഫ്ലൈയിങ് ഓഫ് എ കെസ്ട്രൽ എന്ന് പറഞ്ഞാൽ ഫാൽക്കൺ. അപ്പോൾ അതിനെക്കുറിച്ച് അത് ക്രൈസ്റ്റിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് അദ്ദേഹം എഴുതിയ മറ്റൊരു കവിതയാണ് വിൻഡോവർ. അപ്പോൾ വിൻഡോവർ ഇതിലേക്ക് വരുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡാപ്പിൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പൈഡ് ബ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കണം. ഇത് എത്ര എളുപ്പമാണ് ആൻസർ എഴുതാൻ അല്ലേ? പിന്നെ റെക്ക് ഓഫ് ദ ഡ്യൂഷ്ലാൻഡും ജെറാൾഡ് മാൻലി ഹോപ്കിൻസിൻ്റെ 1875 ഒരു ഷിപ്പ് നടന്നിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നുള്ള ഇംഗ്ലണ്ടിലേക്ക് വരുന്ന ഒരു ഷിപ്പ് റെക്ഡായിട്ട് 168 പീപ്പിൾ മരിച്ചു പോയതിൽ 5 ഫ്രാൻസിസ്കൺ നണ്ണാണ്. ഈ ഫ്രാൻസിസ്കൺ ആയിട്ടുള്ളൊരു പ്രീസ്റ്റാണ് ഇദ്ദേഹം. നമുക്കറിയാം ജസ്യൂട്ട് പ്രീസ്റ്റാണ് ഹോപ്കിൻസ്. അപ്പം ഫ്രാൻസിസ്കൺ നൺസിൻ്റെ മരണം അദ്ദേഹത്തെ വല്ലാതെ സ്കാറ്റേർഡ് ആയി കളഞ്ഞു അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ. അങ്ങനെ അദ്ദേഹം എഴുതിയ കവിതയാണ് ദ റെക്ക് ഓഫ് ഡ്യൂഷ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ. അപ്പോൾ ഇത് ഒരിക്കലും ഈ പൈഡ് ബ്യൂട്ടി ആയിട്ട് കണക്റ്റഡ് ആയി. ഇതിൽ ഡാപ്പിൾഡ് കളറോ ബ്രൈൻഡഡ് ആയിട്ടുള്ള കൗവിൻ്റെ ബ്യൂട്ടിയോ ഒന്നും ഈ കവിതയിൽ ഉണ്ടാകുന്നില്ല. മനസ്സിലായി? അപ്പോൾ അതുമല്ല. ഗോഡ്സ് ഗ്രാൻഡർ എന്ന് പറഞ്ഞ സോണറ്റ് 1877 അദ്ദേഹം എഴുതിയ ഒരു സോണറ്റാണ് ഗോഡ്സ് ഗ്രാൻഡർ. ആ സോണറ്റിനെ കുറിച്ച് നമുക്ക് അറിയില്ല, നമ്മൾ ചിലപ്പോൾ അത് വായിക്കില്ല. എങ്കിൽ തന്നെ ആ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. കാരണം പൈഡ് ബ്യൂട്ടി എന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആൻസറാണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാണ്ട് ദിസ് മാൻ വിത്ത് നിംബിൾ fingertips unleash nothing more alive than the skin's lazy hungers. അപ്പോൾ സ്കിൻസ് ലേസി ഹങ്കേഴ്സ് ആ ഒരു ഫ്രേസ് നന്നായിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യണം. കാരണം ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ പോയം. മനസ്സിലായി? എത്രമാത്രം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. കമലദാസിൻ്റെ പോയംസ്, പ്രസിദ്ധമായ കുറച്ച് പോയംസ് എങ്കിലും നമ്മൾ വായിച്ചിരിക്കുമല്ലോ. കമലദാസിൻ്റെ ഫേമസ് ആയ കുറച്ചൊരു ഹാൻഡ്ഫുൾ പോയംസ് ഒന്ന് വായിച്ചു പോകാത്ത ആരെങ്കിലും ഉണ്ടോ? HSST എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്നു. അല്ലെങ്കിൽ കമലദാസിൻ്റെ ഏത് പോയം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്താലും ഫേമസ് ആയ പോയംസിൻ്റെ ഒരു ജിസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കും. ഏറ്റവും ഫേമസ് ആയ പോയംസിൻ്റെ ജിസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വരികൾ ഏത് പോയമിലാണെന്ന് എത്രമാത്രം നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻസർ മറ്റൊന്നുമല്ല, ദ ഫ്രീക്സ് എന്ന് പറയുന്ന
കവിതയെക്കുറിച്ച് പറയാതെ കമലദാസിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കമലദാസിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇത് ആ കളക്ഷൻ തന്നെ സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള കളക്ഷനെ കുറിച്ച് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സമ്മർ ഇൻ കൽക്കട്ട 1965 വന്ന ഒരു കളക്ഷനാണ്. ആ കളക്ഷനിലാണ് ഈ 2 പോയിൻറ്റ്സ് ഉള്ളത്. അതാണ് ഒരു പ്രശ്നം. ഇതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുക നമ്മൾ നോക്കേണ്ടതില്ല. കാരണം 2 പോയിൻറ്റ്സിൻ്റെ ഒരു ജിസ്റ്റ് നമുക്ക് തന്നിരിക്കും. ഏത് സൺഷൈൻ കാറ്റും ദ ഫ്രീക്സും എന്നാണ്. ദ ഫ്രീക്സ് എന്നുള്ള കവിതയിൽ ഫെമിനൈൻ ഡിസാറ്റിസ്ഫാക്ഷനാണ്. ഫിസിക്കൽ ബോഡി ടു ബോഡി റിലേഷൻഷിപ്പിൽ ഫീമെയിൽ ഡിസാറ്റിസ്ഫാക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് ദ ഫ്രീക്സ്. ഒരു പക്ഷേ അത്തരം കവിതകൾ പഠിപ്പിക്കുന്ന ആളുടെ മനസ്ഥിതിക്കനുസരിച്ച് ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ 5ാമത്തെ ചോദ്യം കമലദാസിൻ്റെ ഫേമസ് കവിതകൾ വായിക്കാത്ത കുട്ടികൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. കാരണം ഇത് ഫെമിനൈൻ ബോഡിയുടെ ഡിസാറ്റിസ്ഫാക്ഷൻ പറയുന്ന ഒരു കവിത ആയതുകൊണ്ട് ടീച്ചേഴ്സ് ചിലപ്പോൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഫ്രാങ്ക്ലി നിങ്ങളോട് ആ കവിത പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. സൺഷൈൻ കാറ്റും ഇതുപോലെ തന്നെ സമ്മർ ഇൻ കൽക്കട്ടയിലെ കളക്ഷനാണ്. അതുപോലെ ദ ഇൻവിറ്റേഷൻ എന്നുള്ളത് 1999 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു കവിതയാണ് ദ ഇൻവിറ്റേഷൻ. അതുപോലെ അത് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റീകോളിങ് ഹെർ എക്സ്പീരിയൻസ് വിത്ത് എ മാൻ എന്നാണ്. ഈ കമലദാസിൻ്റെ പോയിംസ് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സിന് തന്നെ എല്ലാ പോയല്ല ചില പോയിംസ് പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സിന് തന്നെ ചില പ്രയാസങ്ങൾ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന പോയം, ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മിററാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് മറ്റൊരു കളക്ഷൻ എന്നാണ്. ഡിസെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ 1967 പബ്ലിഷ് ചെയ്ത ഒരു കളക്ഷനിൽ നിന്നാണ് ദ ലുക്കിംഗ് ഗ്ലാസ്. ഈ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു മിറർ ഇമേജ് എന്ന് നമുക്കറിയാം. ഡിസ്റ്റോർട്ടഡ് അല്ലെ റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഇല്ലോജിക്കലായിട്ടുള്ള ഇമേജുകളാണ്. ഈ ലുക്കിംഗ് ഗ്ലാസ്സിൽ മറ്റ് ടീച്ചേഴ്സ് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എന്തായാലും കമലദാസിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പം ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാം. ആൻസർ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്, ദ ഫ്രീക്സ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. KR ശ്രീനിവാസ അയ്യങ്കാർ മനസ്സിലായോ? ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ആ മാസീവായിട്ടുള്ള ഗ്രന്ഥത്തിൻ്റെ ബുക്കിൻ്റെ ഓതറായ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ആ ബുക്കൊന്ന് കാണാത്ത അല്ലെങ്കിൽ ആ ബുക്കിനെ കുറിച്ച് കേൾക്കാത്ത ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ ശ്രീനിവാസ അയ്യങ്കാറിനെ കുറിച്ച് മനസ്സിലാക്കാത്ത കേൾക്കാത്ത ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഉണ്ടാകില്ല, പ്രത്യേകിച്ചും നിങ്ങൾ. അപ്പോൾ ശ്രീനിവാസ അയ്യങ്കാറിൻ്റെ ടൈം 1908 മുതൽ 1999 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ആ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ അത് ക്രിറ്റിക്കലായിട്ട് കൂടി പറയുന്ന അതിമഹത്തായ ഒരു അറ്റംപ്റ്റാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഓരോ ഓതറെക്കുറിച്ചും ക്രിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി അദ്ദേഹം ആ ബുക്കിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ ഫോർമർ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന മനുഷ്യനാണ്. ചോദ്യം ഇതാണ്: KR ശ്രീനിവാസ അയ്യങ്കാർ റെഫേർഡ് ടു ഡാഷ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് ഓഫ് ദ ന്യൂ പോയിറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഓതറെയും അദ്ദേഹം ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് പരിശോധിക്കുമ്പോൾ ഓരോ ഓതറെക്കുറിച്ചും നന്നായിട്ട് ജഡ്ജ്മെൻറ്റ് അദ്ദേഹം നടത്തുന്നുണ്ട്. ബയസ്ഡ് അല്ലാത്ത ഫൈൻ ജഡ്ജ്മെൻറ്റ്സ് ക്രിറ്റിക്കലായിട്ട് അദ്ദേഹം ഓതേഴ്സിനെ കുറിച്ച് ആ ബുക്കിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് ഓഫ് ദ ന്യൂ പോയറ്റ്സ് എന്ന് അദ്ദേഹം ആരെക്കൊണ്ട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ പോയറ്റ്സിനെ കുറിച്ച് ഫേമസ് ആയ ആളുകൾ എന്ത് പറഞ്ഞു, ഒരു പോയറ്റിനെ കുറിച്ച് ഏറ്റവും ഫേമസ് ആയ ക്രിറ്റിക്സ് എന്താണ് പറഞ്ഞത് എന്നുള്ള ക്രിറ്റിക്കൽ വേർഡിങ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ ഈസി ആയിരിക്കും.
കാരണം ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിസ്സീം എസീക്കിയൽ, AK രാമാനുജൻ, കമലദാസ്, അരുൺ കൊലാറ്റ്കർ. അപ്പോൾ ഇവരെക്കുറിച്ച് ഇന്ത്യയിൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ല, ഏറ്റവും എലിജിബിളായ ക്രിറ്റിക്ക് ശ്രീനിവാസ അയ്യങ്കാറാണ്. അപ്പോൾ ശ്രീനിവാസ അയ്യങ്കാർ ഈ പോയിറ്റ്സിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ച്, ഓരോ ഓതറിനെ കുറിച്ചും, നമുക്ക് പ്രത്യേകിച്ചും ഫേമസ് ആയ ഓതേഴ്സിനെ കുറിച്ച് ശ്രീനിവാസ അയ്യങ്കാർ എന്താണ് പറഞ്ഞത്, ജി പാർത്ഥസാരഥി വല്ലതും പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കലും കൂടിയാണ് നമ്മൾ. അത് ചിലപ്പോൾ കവിത എടുക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ കമലദാസ് തന്നെയാണ്. അതായത് ഓപ്ഷൻ സി ആണ്, കമലദാസ്. കമലദാസിനെ കുറിച്ചാണ് ശ്രീനിവാസ അയ്യങ്കാർ പറഞ്ഞത്, വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് ഓഫ് ദ ന്യൂ പോയറ്റ്. അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക്. അതിൽ തന്നെ നമുക്ക് AK രാമാനുജൻ്റെ പോയംസോ അല്ലെങ്കിൽ അരുൺ കൊലാറ്റ്കറിൻ്റെ പോയംസോ. അരുൺ കൊലാറ്റ്കർ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 1976 അദ്ദേഹം ജനിച്ചത്. പിന്നെ 1993 AK രാമാനുജൻ മരിച്ചു പോയത്. അതുപോലെ 2004 നിസ്സീം എസീക്കിയൽ മരിച്ചു പോയത്. അതുപോലെ 2009 കമലദാസ് മരിച്ചു പോയത്. അതിൽ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ അരുൺ കൊലാറ്റ്കറാണ്. ഇവരെ സംബന്ധിച്ചുള്ള എസീക്കിയലിൻ്റെ പോയമോ രാമാനുജൻ്റെ പോയംസോ കൊലാറ്റ്കറിൻ്റെ പോയംസോ നമുക്ക് അഗ്രസീവായിട്ട് തോന്നാറില്ല. അഗ്രസീവായിട്ട്. അപ്പോൾ അഗ്രസീവായിട്ടുള്ള എക്സ്പ്രഷൻസും പിന്നെ പ്രസൻറ്റേഷനൊക്കെ സെൽഫ് എക്സ്പ്രഷൻസൊക്കെ വരുന്നത്, ഇമോഷണലി കൺഫെഷണൽ ടോണുള്ളത്, ഇതൊക്കെ കമലദാസിൻ്റെ പോയമാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ശ്രീനിവാസ അയ്യങ്കാറെ കുറിച്ചോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞു എന്നോ ഒന്നും അറിയാതെ തന്നെ ഈ അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിച്ചിട്ട് എഴുതാൻ പറ്റും കമലദാസാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം, ഹു ഈസ് ഹിൻറ്റഡ് ആസ് മഗ്ഗിങ് ജൂ എമംഗ് ദ വൂൾഫ്സ് ഇൻ ദ പോം ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി. അപ്പോൾ ഈ ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ് ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി, മനസ്സിലായോ? അപ്പോൾ ഇത് നിസ്സീം എസീക്കിയലിൻ്റെ പോയമാണ് എന്നത് മാത്രമല്ല, നിസ്സീം എസീക്കിയൽ ഒരു ജൂ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ ജീവിച്ച ആ ജൂവിന് ഇന്ത്യയിൽ അനുഭവപ്പെട്ട അലീനേഷൻ. ഒരു ജൂ ഇന്ത്യയിൽ വരുമ്പോൾ, ഇന്ത്യയിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ 99% ആൾക്കാരും അയാൾക്ക് ചുറ്റുമുള്ളത് മുസ്ലിംസോ ക്രിസ്ത്യൻസോ ഹിന്ദുസോ പാഴ്സി സിഖ് ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണ്. അവരുടെ ഇടയിൽ ഒരു 0.1 or 2% മാത്രമുള്ള ജൂ ആയിട്ട് അയാൾ വളരുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന അലീനേഷൻ ആ അലീനേഷൻ അന്യതാബോധം എന്ന് പറയും. അതാണ് എസീക്കിയൽ ഈ ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി എന്നുള്ള കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി എന്നത് നിസ്സീം എസീക്കിയലിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ പോയം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതിൽ പിന്നെ ഹു ഈസ് ഹിൻറ്റഡ് ആസ് എ മഗ്ഗിങ് ജൂ എമംഗ്. അപ്പം മഗ്ഗിങ് ജൂ എന്ന് നമ്മൾ കേൾക്കുന്നതോടുകൂടി ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് അല്ല എന്ന് വളരെ വ്യക്തമാണ്. ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് മഗ്ഗിങ് ജൂ എന്ന് ഒരിക്കലും ആരും പറയുകയില്ല. അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തത് എ ബ്രിട്ടീഷ് മേജറാണ്. ബ്രിട്ടീഷ് മേജറെ കുറിച്ച് അവിടെ ഒരു ക്യാരക്ടറാണ് കവിതയിലെ, അത് കവിത വായിച്ച ആൾക്ക് അറിയാം. അത് ബ്രിട്ടീഷ് മേജറാണ്, അത് കവിതയിലെ ക്യാരക്ടറാണ്. അതൊരിക്കലും ഒരു മഗ്ഗിങ് ജൂ അല്ല. അതുപോലെ ഓപ്ഷൻ ഡി നോക്കാം, സൺ ഓഫ് മാൻ, മനസ്സിലായി? അപ്പോൾ സൺ ഓഫ് മാൻ എന്നുള്ളത് ഒരു വുമൺ അദ്ദേഹത്തോട്, നിസ്സീം എസീക്കിയലിനോട് പറയുന്നതാണ്, യു ആർ സൺ ഓഫ് മാൻ എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞത് അത് കുറേ ഡിനോട്ടേഷൻ ഉള്ളതാണ് സൺ ഓഫ് മാൻ എന്നുള്ളത്. സൺ ഓഫ് ഗോഡ്, അല്ലെ ആരാണ് സൺ ഓഫ് മാൻ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മഗ്ഗിങ് ജൂ എന്നത്
നിസീം എസീക്കേൽ എന്നുള്ള ഒരു നെയിം അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. സൺ ഓഫ് മാൻ ഒരു വുമൺ അദ്ദേഹത്തോട് പറഞ്ഞതാണത്, ഹി വാസ് സൺ ഓഫ് മാൻ. പക്ഷേ അവിടെ നിസീം എസീക്കേൽ എന്നുള്ള പേരിവിടെ തന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് സിയും ഡിയിൽ നിന്നും ഡി ഒഴിവാക്കുകയും സി എടുക്കുകയും ചെയ്യാം. നിസീം എസീക്കേൽ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ വേർഡാണ് ഇത്, എ മഗ്ഗിങ് ജൂ. മനസ്സിലായി? അപ്പോൾ മഗ്ഗിങ് എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥങ്ങളുണ്ട് നമുക്ക്. പിന്നെ ലേണിംഗ് ബൈ ഹാർട്ട്, ലേണിംഗ് ത്രൂ റെപ്പിറ്റേഷൻ എന്നൊക്കെ കണ്ടില്ലേ. അതുപോലെ ഫാൾസ്ലി പ്രിറ്റൻഡിങ് എന്നുള്ള മീനിങ് ഉണ്ട്. ഒരു ഹിപ്പോക്രിറ്റിക്കൽ എന്നുള്ള മീനിങ്ങും കൂടി കിട്ടും. മനസ്സിലായി? ഒരു ജൂയിഷ് ബോയ് ആണ് അദ്ദേഹം, സറൗണ്ടഡ് ബൈ, അല്ലെങ്കിൽ അദ്ദേഹം ജൂയിഷ് ബോയ് ഇൻ എ ക്രിസ്ത്യൻ സ്കൂൾ എന്ന് പറയാം. മനസ്സിലായി? ഇൻ ഹിന്ദു ഇന്ത്യ എന്ന് വേണേൽ പറയാം. മനസ്സിലായോ? അവിടെ ഒരു ഹിന്ദു ഇന്ത്യയിലെ ക്രിസ്ത്യൻ സ്കൂളിൽ വളർന്നു വരുന്ന ജൂയിഷ് ബോയ്, അവൻ ഒരുപാട് പ്രിറ്റൻഷൻ നടത്തേണ്ടി വരും ഓരോരുത്തർക്കനുസരിച്ച്. മുസ്ലിംസ് അല്ലെ ഹിന്ദുസ്, ഒരു മുസ്ലിം ചെക്കൻ, ഒരു മുസ്ലിം യൂത്ത് ഇവൻ്റെ പിന്നെ ചെവിക്കടിക്കുന്ന രംഗമുണ്ട്, ബോക്സിങ് ഹിസ് ഇയർ. അപ്പോൾ ഓരോരുത്തർക്കനുസരിച്ച് താൻ അഡാപ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതാണ് മഗ്ഗിങ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിറ്റൻഷ്യസ് ആണോ, ഹിപ്പോക്രിറ്റിക്കൽ ആകണം, ഓരോരുത്തരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ജൂയിഷ് ബോയ് തൻ്റെ മഗ്ഗിങ്, തൻ്റെ അഡാപ്റ്റിങ് പ്രകടിപ്പിക്കേണ്ടി വരും എന്നതാണ് കവിതയിലൂടെ പറയുന്നത്, അലീനേഷൻ. അപ്പോൾ നമുക്ക് ഇത്രയും, നമ്മളിപ്പോൾ എത്ര ചോദ്യം, 7 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ ഒരു 2 ചോദ്യം മാത്രമേ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രയാസമായിട്ട് തോന്നുകയുള്ളൂ. ബാക്കി 5 ചോദ്യവും വളരെ ഈസി ആയിട്ട് കവിതകളോ പർട്ടിക്കുലർ ബുക്കോ വായിച്ച് മനസ്സിലാക്കിയ കുട്ടി, അല്ലെങ്കിൽ പറഞ്ഞു തന്ന് പഠിച്ച കുട്ടി, ഒരു പ്രയാസവും ആ കുട്ടിക്ക് അനുഭവപ്പെടുകയില്ല. 7 എണ്ണത്തിൽ 5. അപ്പോൾ 7 എണ്ണത്തിൽ 5 ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൽ പരം റാങ്കിലേക്ക് വരാൻ മറ്റൊരു കാര്യവുമില്ല. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതുവരെ ബൈ, താങ്ക് യു.